Now, let's talk on the immediate post-operative care in cardiac transplant. ഒരു cardiac transplant patientന് post-operative care എന്ന് പറയുന്നത് it is almost similar. All the routines are similar to that of a cardiac surgery, any other cardiac surgery, except for the use of an immunosuppressive drug and reverse barrier nursing technique. So, ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പറയേണ്ടത് ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സ് ഇങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ കാർഡിയക് ട്രാൻസ്പ്ലാന്റിനുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കും. അന്നേരം ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്യൂ ടു ഹാർട്ട് ഫെയിലിയേഴ്സും സർക്കുലേറ്ററി ഡെഫിഷ്യൻസി കാരണം അത്രയും ഇല്ലായിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. സോ ദീസ് കൈൻഡ് ഓഫ് പേഷ്യൻസ് സിൻസ് ദേ ഹാവ് ഗോട്ട് സർക്കുലേറ്ററി ഡെഫിഷ്യൻസി ആൻഡ് ഓൾ ദേ വിൽ ബി പ്രോൺ ഫോർ പൾമണറി ഇൻഫെക്ഷൻസ്. അന്നേരം ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സും ഇങ്ങനത്തെ പേഷ്യൻസിൽ യൂസ് ചെയ്യുമ്പം ആൻഡ് വെൻ ദേ ആർ prone for pulmonary infection, what happens is that they will be at a higher risk of post-operative infections. So അങ്ങനെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ആൻഡ് ബിക്കോസ് ദേ ആർ ഗിവൺ ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് യു പ്രൊവൈഡ് ആൻ അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് വെരി ഫ്രീ ഫ്രം ബാക്ടീരിയ. എന്തുമാത്രം ഹൈജീനിക്കായിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് അവരുടെ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് വൈ വെൻ കാർഡിയക് ട്രാൻസ്പ്ലാന്റ് ഒക്കെ സർജറി ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ വെളിയിൽ നിന്ന് വന്ന ആൾക്കാരെ എപ്പോഴും അകത്ത് കയറി കാണാതെ മിനിമം വിസിറ്റേഴ്സ് എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നൗ ബാരിയർ റിവേഴ്സ് ബാരിയർ നഴ്സിംഗിൻ്റെ ഇത് പറഞ്ഞത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 stages. ആൻഡ് ഈ ഓരോ സ്റ്റേജും എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റേജ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഷ്യൻസ് പ്രോഗ്രസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് അവരുടെ പ്രോഗ്രഷനനുസരിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് അവരുടെ നഴ്സിംഗ് കെയർ ടെക്നിക്സ് കൊടുക്കാനായിട്ട് പറ്റും. ഇതെന്താണെന്നുള്ളത് നമ്മൾ വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നൗ ദ റെസ്റ്റ് ഓഫ് ദി പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കെയറിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് യൂഷ്വലി കാർഡിയക് സർജറി അല്ല ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസിന് മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സിലോട്ട് റെസ്പിറേറ്ററി അസിസ്റ്റൻസ് സാധാരണ കൊടുക്കാറുണ്ട്, വിച്ച് മേ ലാസ്റ്റ് ഫോർ സെവറൽ ഡേയ്സ്. ബട്ട് യൂഷ്വലി മോസ്റ്റ് പേഷ്യൻസ് വിൽ ബി എക്സ്റ്റുബേറ്റഡ് വിതിൻ ലെസ് ദാൻ 12 hours ആഫ്റ്റർ ദി സർജറി. വളരെ റെയർ ആയിട്ട് സെവറൽ ഡേയ്സ് വരെ ഇത് വെന്റിലേറ്ററിൽ പ്രോണായിട്ട് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ടാകാറുണ്ട്. So this is another difference. Then orthotopic patients, that is where the full recipient heart is being removed and donor heart is being kept on the patient. അങ്ങനെ ഉള്ള പേഷ്യൻസിൽ യൂഷ്വലി ഡ്രെയിൻസ് എന്ന് പറയുന്ന പെരികാർഡിയൽ ഡ്രെയിനും മീഡിയാസ്റ്റൈനൽ ഡ്രെയിൻസും മാത്രമേ കാണാറുള്ളൂ. ബട്ട് ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള കാർഡിയക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നതിൽ ഇത് രണ്ടും കൂടാതെ ഒരു റൈറ്റ് പ്ലൂറൽ ഡ്രെയിനും കൂടെ, ബിക്കോസ് റൈറ്റ് സൈഡ് ഓഫ് ദി പെരികാർഡിയൽ ക്യാവിറ്റിയിലാണ് ഈ ഹാർട്ട് വെച്ചിരിക്കുന്നത്. സോ റൈറ്റ് സൈഡ് പ്ലൂറൽ ഡ്രെയിനും കൂടെ ഈ പേഷ്യൻസിൽ കാണും. സോ ജസ്റ്റ് ബൈ സീയിങ് ദ ഡ്രെയിൻസ്, ദ നമ്പർ ഓഫ് ഡ്രെയിൻസ് ആൻഡ് ദ പൊസിഷൻസ് ഓഫ് ദ ഡ്രെയിൻസ് in a patient post-operatively, you can understand what sort of surgery the patient has undergone. Okay, now these patients may also have undergone repair of their own heart. That is heterotropic ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തതുകൊണ്ട് മാക്സിമം കറക്ഷൻ ചെയ്യാവുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തും അവർ ചെയ്യും വൺസ് ഇറ്റ് ഇസ് ഓപ്പൺഡ്. സോ അന്യൂറിസം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്യൂറിസം എക്ടമി ചെയ്യും. ആൻഡ് ബ്ലോക്സ് ഉള്ളതിൻ്റെ ബൈപ്പാസ് ഗ്രാഫ്സും ക്രിയേറ്റ് ചെയ്യും. സോ അന്നേരം കാലിൽ നിന്നുള്ള ലോങ് സഫനസ് വെയിൻ ഫ്രം വൺ ലെഗ് ഓർ ബോത്ത് ദ ലെഗ്സും എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതിൻ്റെയും ഉള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നൗ മോസ്റ്റ് ഓഫ് അതർ perioperative attachments will be almost similar to any other cardiac surgeries. And patients having doing cardiac surgery, if it is orthotopic ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ 3 വയേഴ്സ് ആയിരിക്കും
പേസ് മേക്കേഴ്സ് ആയിട്ട് കാണുന്നത്. 2 on the atrial and 1 on the ventricle. ആൻഡ് ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ സെയിം 2 on the atrial and wires and 1 on the ventricle wires connected out, but it will be both on the recipient as well as on the donor heart. So 6 wires will be attached, and these pacing wires will be connected to a pacemaker which works according to the demand of the heart. So this is the immediate post-operative aayittulla care, the things that you have to concentrate on. Okay.